പാർത്ഥ, അമ്മയുടെ ആഗ്രഹമാണ്, ഒരു കോൺഗ്രസ്സുകാരിയായ അമ്മയുടെ ആഗ്രഹമാണ് RSS ശാഖ തുടങ്ങാൻ ഭൂമി നൽകാമെന്നുള്ളത്. സന്ദീപ് വാര്യർ BJP ഉണ്ടായിരുന്ന സമയത്തെ പറയുന്ന കാര്യമാണ്. പക്ഷേ RSS എന്താണ് എന്ന് സന്ദീപിന് അറിയില്ല. വെറുപ്പിൻ്റെ ഫാക്ടറിക്ക് എന്തിനാണ് സന്ദീപ് വാര്യരുടെ അമ്മയുടെ ഭൂമി? വെറുപ്പിൻ്റെ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് എന്തിനാണ് സന്ദീപ് വാര്യരുടെ അമ്മയുടെ ഭൂമി? വേണ്ട, കൊണ്ടുപോടാ നിന്റെ ഭൂമി, നിന്റെ ഭൂമിയും വേണ്ട, നീയും വേണ്ട എന്ന കട്ട നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് RSS. എന്താണ്? അല്ല, RSS അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഏറ്റവും ദോഷകരമാകുന്നത് ആർക്കാണ്? RSSനും BJPക്കും തന്നെയാണ്. കാരണം BJP പ്രവർത്തകർക്ക് സന്ദീപ് വാര്യരോടുണ്ടായിരുന്ന ആരാധന, സന്ദീപ് വാര്യരോടുണ്ടായിരുന്ന ബഹുമാനം, സന്ദീപ് വാര്യർ എന്ന വ്യക്തി BJPക്ക് അകത്തുണ്ടായിരുന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ BJPയുടെ നാവായി മാറിയ ഒരു വ്യക്തി, പല സമയങ്ങളിലും BJPയുടെ പല വിഷയങ്ങളിലും, അതായത് ഒരു പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തിയോടുണ്ടായിരുന്ന ഒരു കടുത്ത ആരാധന സന്ദീപ് വാര്യരോട് BJPയുടെ അണികൾക്കും RSSനെ ഇഷ്ടപ്പെടുന്ന, BJPയെ ഇഷ്ടപ്പെടുന്ന, നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ വിചാരിച്ചിരുന്നത് താനിപ്പോൾ ഇത് വിട്ടു പോകുമ്പോൾ തന്നോടൊപ്പം 1000 പേരെങ്കിലും വരും, അല്ലെങ്കിൽ 5000 പേരെങ്കിലും പാർട്ടി വിടുന്നൊക്കെയാണ് സന്ദീപ് വാര്യർ വിചാരിച്ചത്. പക്ഷേ സന്ദീപ് വാര്യർക്ക് മാറിപ്പോയി. ഇത് കോൺഗ്രസ് അല്ല പാർട്ടി, ഇത് BJP ആണെന്നും RSS ആണ് ഇതിന് പുറകിലുള്ളതെന്നൊന്നും ഓർമ്മിക്കാൻ സന്ദീപ് വാര്യർക്ക് സമയം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചെയ്തൊരബദ്ധം, അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം താൻ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ ചില കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ കർമ്മം, ആ ഫലം ഈ സമയത്ത് സന്ദീപ് വാര്യർ അനുഭവിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷേ കോൺഗ്രസിൽ എത്രമാത്രം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും? കോൺഗ്രസിലെ ചവിട്ടും കുത്തും ഒന്നും സന്ദീപ് വാര്യർ കണ്ടിട്ടില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ BJPയിലാണോ ചവിട്ടും കുത്തും, അല്ലെങ്കിൽ കോൺഗ്രസിലാണോ ചവിട്ടും കുത്തും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം വരുന്നത്. അതായത് RSSന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ റിട്ടയർഡ് ടീച്ചറായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ആ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് പോലും ആ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആഗ്രഹമായതുകൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് പറയുന്ന സന്ദീപ് വാര്യരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ആ സ്ഥലം താങ്കൾ വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കും, അത് മറ്റൊന്നും കൊണ്ടല്ല, അത് അമ്മയുടെ ആഗ്രഹമായി എന്നോട് പറഞ്ഞതുകൊണ്ട് RSSന്, സംഘത്തിന് ഞാൻ ആ സ്ഥലം വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യരുടെ അമ്മ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്, അല്ലെങ്കിൽ BJPക്ക് സംഘത്തിന് കൊടുത്ത വാക്കാണല്ലോ. ഈ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സന്ദീപിനെ മടല് വെട്ടി അടിച്ചേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മകനൊക്കെ ആണെങ്കിൽ പോലും ആ അമ്മ എത്രത്തോളം സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ RSSനെ ചവിട്ടിത്തേച്ച് പോയ, BJPയെ ചവിട്ടിത്തേച്ച് പോയ DK ശിവകുമാറുമായി ബംഗളൂരുവിൽ പോയി രഹസ്യ ചർച്ച നടത്തി, കോയമ്പത്തൂരിൽ പോയി ഹോട്ടലുകളിൽ തനിക്ക് എന്തൊക്കെ വേണമെന്ന് എഴുതി ചാർട്ട് തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്ത് യാതൊരുവിധ ഉപാധികളുമില്ലാതെയാണ് താൻ കോൺഗ്രസിലേക്ക് വന്നത് എന്ന് കോൺഗ്രസ്സുകാരെ പോലും പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്ന സന്ദീപ് വാര്യർക്ക്, അങ്ങനെയാണ് എന്ന് ധരിക്കുന്ന ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അണികൾക്ക് ഇന്ന് സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കൈ മുത്താനും അവിടെ നിന്ന് ബിരിയാണി കഴിക്കാനും ഒക്കെ. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹം പോയിക്കോട്ടെ. ബീഫ് ബിരിയാണി ആയിരിക്കും മിക്കവാറും. ഞങ്ങളുടെ നാട്ടിൽ ബീഫ് മാത്രമല്ല കുട്ടനെയും ഇറക്കും. അപ്പൊ കുട്ടൻ എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടി ഉണ്ടല്ലോ, പശുക്കുട്ടി, അതാണ് പ്രധാനമായിട്ടും പെരുന്നാളിനൊക്കെ ചെയ്യുക. അപ്പോൾ അതും ഉണ്ടാവും ചിലപ്പം. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ചിലപ്പോൾ. ഒരു കുഴപ്പം സന്ദീപ് വാര്യർക്കില്ല. അപ്പോൾ ആ രീതിയിൽ ജിഫ്രി തങ്ങളുടെ വീട്ടിലേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ RSS എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ വികാരം മാനിച്ച് RSS പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം വേണ്ട, ധന്യ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തുകൊണ്ട് പോയിക്കോളൂ നിങ്ങളുടെ സ്ഥലം, അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിലും സന്ദീപ് വാര്യരുടെ ഓച്ചാനത്തിന്, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഒരു സഹതാപത്തിന്, ഒരു എന്താണ് പറയുക, ഒരു പിന്നെ താൽക്കാലികമായി ഔദാര്യത്തിന്, അതാണ് യഥാർത്ഥ വാക്ക്, സന്ദീപ് വാര്യരുടെ ഔദാര്യത്തിന് സ്ഥലം കിട്ടിയിട്ട് വേണ്ട RSSനിവിടെ RSS കാര്യാലയം ഉണ്ടാക്കാൻ, അത് സന്ദീപ് വാര്യർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ ആലോചിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹം ആലോചിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടുതലൊന്നും
പറയുന്നില്ല. ധന്യക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അമ്മ സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ആ പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയുടെ ഒരു വിഹിതം RSSന് നൽകാം, ശാഖയ്ക്ക് നൽകാം, ശാഖ നിർമ്മിക്കാൻ നൽകാം എന്നുള്ള ഒരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും അതൊരു നല്ല തീരുമാനമായിരുന്നു അമ്മയുടെ. ആ അമ്മയ്ക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കണം. പക്ഷേ മകൻ ഇങ്ങനെ കാലുമാറുമെന്നുള്ളത് പാവം അമ്മ അറിഞ്ഞില്ലല്ലോ. അമ്മ വളർത്തിയപ്പോൾ നല്ല മകനായി വളർത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മയുടെയൊക്കെ വിയോഗത്തിന് ശേഷം മകൻ തല്ലുകൊള്ളിയായിപ്പോയി എന്നുള്ളത് അമ്മയ്ക്കറിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ RSSന് ഞാൻ കോൺഗ്രസിൽ പോയെങ്കിലും RSSന് ഞാൻ സ്ഥലം നൽകും, ഭൂമി നൽകും. ആർക്ക് വേണം സന്ദീപ് വാര്യരുടെ നിങ്ങളെ ഭൂമി? RSSന് എന്തിനാ ഭൂമി? RSS എന്താ പിന്നെ കാശും പണവും? RSS എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവ സംഘമാണ്, രാഷ്ട്രത്തെ സേവിക്കാനുള്ള സംഘമാണ്. അവർക്കെന്തിനാണ് പണം? അവർക്കെന്തിനാണ് നിങ്ങളുടെ ഭൂമി? നിങ്ങളെപ്പോലുള്ള ഒരു കാലുവാരിയുടെ ഭൂമി അവർ വാങ്ങുകയാണെങ്കിൽ അണികൾക്കുണ്ടാവുന്ന രോക്ഷം എത്രമാത്രമാണ് എന്ന് RSSന്റെ ശാഖകളിൽ നിന്ന് RSSന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് RSSന്റെ പ്രത്യയശാസ്ത്രങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു RSSകാരനും നിങ്ങളുടെ ഭൂമിയുടെ ഒരു തുണ്ട് പോലും വേണമെന്ന് പറയില്ല. അവർ കോടികൾ കണ്ടാൽ കവാത്ത് മറക്കുന്നവനും അച്ഛനെ മാറ്റി പറയുന്നവരുമല്ല RSSകാർ. ഞാൻ BJPക്കാരെ അല്ല പറയുന്നത്, RSSകാരെയാണ്. RSSകാർക്ക് ഇനി ആരൊക്കെ വർഗീയത പരത്തുന്നവരാണെന്നും ലോകത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവരാണ് RSSകാരെന്നും RSS ലോകത്തിൽ ഹിന്ദുമത രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കിയാലും RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, ആശയങ്ങൾ എന്താണ്, തത്വശാസ്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് RSSനെ കുറിച്ച് മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാം. സന്ദീപ് വാര്യരുടെ ഒരു ഇഞ്ച് ഭൂമി പോലും RSSന് ആവശ്യമില്ല. കോടികൾ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച, ഒറ്റ സെക്കൻഡ് കൊണ്ട് മോദിയെ വെറുപ്പിന്റെ നായകനാക്കിയ, മോദിയെ വെറുപ്പിന്റെ നേതാവാക്കിയ, പാർട്ടിയെ വെറുപ്പിന്റെ ഫാക്ടറി ആക്കിയ, ആത്മവഞ്ചകനായ, ഒറ്റുകാരനായ ഒരാളുടെ ഭൂമി RSSന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി RSS ഉപയോഗിച്ചാൽ അവിടെ വരുന്ന പ്രവർത്തകരുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരു കളം മാറ്റി ചവിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു നിലപാടില്ലാത്ത നട്ടല് വാഴപ്പിണ്ടിയാക്കി വച്ചിരിക്കുന്ന ഒരാളുടെ ഭൂമിയിൽ RSS എന്ന് പറയുന്ന ശക്തമായ ഒരു സംഘടന എങ്ങനെയാണ് അവിടെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിലപാടുകൾ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് സന്ദീപ് ആ ഭൂമി കൊണ്ടുപോയി കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും കെട്ടിടം പണിയാനോ, അല്ലെങ്കിൽ നാളെ സന്ദീപിനെ അവിടെ നിന്ന് അടിച്ചിറക്കുമ്പോൾ സന്ദീപിന് വന്നിരിക്കാൻ ഒരു കെട്ടിടം പണിയാനോ സന്ദീപിന് ഉണ്ടാക്കി വെക്കാം. അല്ലാതെ RSSകാർക്ക് സന്ദീപിന്റെ ഓച്ചാരവും ഔദാര്യവും ഒന്നും RSSന് വേണ്ട. ഇപ്പോൾ BJPയെ കുറിച്ച് സന്ദീപ് വാര്യർ ഇത്രയൊക്കെ പറയുന്നു. കോൺഗ്രസ്സുകാരെ നിങ്ങളും സൂക്ഷിച്ചോ, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും സന്ദീപ് വാര്യരോട് പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നാളെ CPMലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ് അവിടെ പറയുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. കാരണം ഒരു തരത്തിൽ നട്ടലില്ലാത്തവനാണ്, വാക്കിന് വിലയില്ലാത്തവനാണ്, ആത്മവഞ്ചകനാണ്. സ്വന്തം പാർട്ടിയിൽ കുഴി തോണ്ടിയിട്ടാണ്, സ്വന്തം കുഴി പാർട്ടിയിൽ നിന്ന് തോണ്ടിയിട്ടാണ് അടുത്ത പാർട്ടിയിലേക്ക് തലവരെ ഇറക്കി വെക്കാൻ പോയത്. അപ്പൊ അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഭൂമി RSSന് വേണ്ട എന്ന RSSന്റെ നിലപാട് 100% കേരളത്തിലെ RSSന്റെ പ്രവർത്തകർ അംഗീകരിക്കുന്നു.